5 കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രധാനമായും ഏറ്റവും ധൃതിപ്പെട്ടും വളരെ കൂലങ്കഷമായും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ് പ്രിയപ്പെട്ടവരെ? റമദാൻ മാസത്തിന്റെ, റമദാൻ എന്ന മഹാ അവസരത്തിന്റെ അവസാന നാളുകളിലാണ് ഞാനുള്ളത്. എങ്ങനെ ആ നാളുകളെ എനിക്കെന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും? ആ നാളുകളെ എങ്ങനെ എനിക്ക് എൻ്റെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇനിയൊരു റമദാൻ ഞാൻ അവശേഷിക്കുമോ? ഞാൻ ബാക്കിയാകുമോ റബ്ബേ ഇനിയൊരു റമദാനിന്? അങ്ങനെ ബാക്കിയാവുന്നില്ല എങ്കിൽ ഈ റമദാൻ മാസത്തിൽ എൻ്റെ പാപക്കറകൾ മുഴുവൻ കഴുകിക്കളയാൻ എനിക്ക് കഴിയണം. എൻ്റെ ബാധ്യതകൾ മുഴുവൻ തീർക്കാൻ എനിക്ക് പറ്റണം. ഞാൻ പിണങ്ങി നിൽക്കുന്നവരുമായി ആ പിണക്കത്തിന്റെ എല്ലാം കടക്ക് കത്തിവെക്കാൻ എനിക്ക് കഴിയണം. ഇനിയൊരു റമദാൻ മാസം എനിക്കുണ്ടാകുമോ റബ്ബേ എന്ന വേദന അവസാന നാളുകളിൽ നമ്മുടെ കണ്ണുകൾ നിറയ്ക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കണം. മൂന്നാമത്തെ ചിന്ത, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നൊരു കണ്ണും പിടയുന്നൊരു ഹൃദയവും എനിക്ക് റമദാൻ മാസത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹിന്റെ മുന്നിൽ കൈമുട്ടുമ്പോ ഒരു വട്ടം പോലും ഹൃദയം പടച്ചിട്ടില്ല എങ്കിൽ, ഒരു വട്ടം പോലും കണ്ണ് നിറഞ്ഞിട്ടില്ല എങ്കിൽ, കണ്ണ് നിറക്കാനുള്ള ദിവസങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇനി വരാൻ പോകുന്നത്. ഹൃദയം പിടക്കാനുള്ള ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നാഥാ, കരയാത്തൊരു കണ്ണിനെ, ഭയപ്പെടാത്ത ഹൃദയത്തെ നീ എനിക്ക് നൽകല്ലേ നാഥാ എന്ന് പറഞ്ഞ് കരയാൻ റബ്ബിനെ ഓർത്ത് കരയാൻ നമ്മൾ ശ്രമിക്കുക. നാലാമത്തത് പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ കൂട്ടുകാരനാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഖുർആനിന്റെ സന്തത സഹചാരിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായ ഒരു ഇഹ്തിസാബ് നമ്മൾ നടത്തണം. ഒരു വിചാരണ, സ്വയം വിചാരണ നമ്മൾ നടത്തണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അറിയാത്ത നാട്ടിലേക്ക് പോകാൻ വിചാരിക്കാം. ആരും അവിടെ പരിചയക്കാരില്ല. അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ അത് എത്ര വലിയ സമാധാനമാണ്, എത്ര വലിയ സന്തോഷമാണ്. എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പെട്ടിയൊക്കെ വാങ്ങിച്ച് വണ്ടിന്റെ ഉള്ളിലേക്ക് വെച്ച് അവൻ നമ്മളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ എത്ര മാത്രം സമാധാനിക്കും. പ്രിയപ്പെട്ടവരെ, ഖബറിൽ നിന്ന് ഖുർആനിന്റെ കൂട്ടുകാരൻ എഴുന്നേൽക്കുമ്പോൾ ആ ഖബറിന്റെ പുറത്ത് അവന് വേണ്ടിയുള്ള ലഗേജുമായി ഖുർആൻ കാത്തു നിൽക്കുമെന്ന് ഹദീസാണ്. എന്താണ് അവന് വേണ്ടിയുള്ള ലഗേജ്? ഒന്ന് ഖുൽദാണ്, അനശ്വരതയാണ്. 2 മുൽക്കാണ്, അറ്റമില്ലാത്ത രാജാധികാരമാണ്. ഈ 2 ലഗേജുമായി ഖുർആൻ അയാളെ കാത്തു നിൽക്കും. അയാൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മാത്രയിൽ അയാളുടെ ഈ 2 ലഗേജുകളും അയാളുടെ കൈകളിലേക്ക് കൊടുക്കും. എന്നിട്ട് ഖുർആൻ അയാളോട് പറയും, ഇഖ്റ മിന്നി, എന്നിൽ നിന്ന് നീ പാരായണം ചെയ്യുക. അയാൾ അങ്ങനെ പാരായണം ചെയ്യും. ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗത്തിന്റെ ഉത്തുംഗമായ പദവികളിലേക്ക് ആ മനുഷ്യൻ എങ്ങനെ കയറിപ്പോകുമെന്ന് ഹദീസിന്റെ താളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഖുർആനിനെ നമ്മുടെ ഉറ്റ സുഹൃത്താക്കി മാറ്റാൻ ഈ 20 ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അവസരം തീർന്നിട്ടില്ല, അവസരം കഴിഞ്ഞു പോയിട്ടില്ല. ഇനി 1/3 അവസരം ബാക്കിയുണ്ട്. 10 ദിവസം ബാക്കിയുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തുക. അടുത്ത ആഴ്ച നിങ്ങളോട് ഇതല്ല പറയാ, അടുത്ത ആഴ്ച അവസരം കഴിഞ്ഞു എന്നാണ് പറയാ. അവസരം കഴിഞ്ഞു എന്ന വാക്ക് കേൾക്കുന്നതിന്റെ മുന്നേ ഖുർആനിനെ കൂട്ടുകാരനാക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യവും കൂടി വളരെ ചെറിയ രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത്, വളരെ ഗൗരവതരമായ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, സക്കാത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിസ്കരിച്ചിട്ടോ നോമ്പെടുത്തിട്ടോ ദുആ ചെയ്തിട്ടോ ഒന്നും കാര്യം ഉണ്ടാവില്ല. നിങ്ങളും നിങ്ങളുടെ മക്കളും കഴിക്കുന്നത് ഹറാമിന്റെ ഭക്ഷണമായിരിക്കും. അതുകൊണ്ട് സക്കാത്തിന്റെ വിഹിതം എത്രയാണ്, അതിന്റെ നിസാബ് എത്രയാണ് എന്നെല്ലാം അന്വേഷിച്ച് തിട്ടപ്പെടുത്തി ആ സക്കാത്ത് കൊടുത്തു തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10 ദിവസത്തെ അതിന്റെ ഏറ്റവും പരമാവധി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ സിയാമും ഖിയാമും എല്ലാം നീ സ്വീകരിക്കണേ നാഥ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന അമലുകളുമായി കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അകവും പുറവും നീ സംശുദ്ധമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും നീ ശുദ്ധിയാക്കണേ നാഥ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്തിന്റെ വക്താക്കളും വാഹകരും പ്രചാരകരുമായി മരണം വരെ ഞങ്ങൾ നീ ജീവിപ്പിക്കണേ നാഥ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും
പോലും ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.